നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഒരു ഓപ്പൺ റാലി വരാൻ പോകുന്ന കാര്യം അല്ലെങ്കിൽ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സംഭവം ഓപ്പൺ റാലി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഭൂരിഭാഗം കുട്ടികളും നമ്മുടെ വീഡിയോക്ക് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ക്ലാസ്സിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും ക്ലാസ് ഒക്കെ തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളും അതുപോലെ PDF-ൻ്റെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ ഡിലേ ആയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ കൃത്യമായിട്ട് എന്താണ് നോട്ടിഫിക്കേഷനിൽ പറയുന്നത്, എന്തൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, മുഴുവൻ കാര്യങ്ങളും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ എയർഫോഴ്സ് XNY അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇതിന് അപേക്ഷിക്കൊന്നും വേണ്ട, വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയും. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ XNY അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റന്റ് ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള പഠിക്കാനുള്ള PDF നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എക്സിൻ്റെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തിൻ്റെ മുകളിലായി. ഇപ്പോഴാണ് ഏകദേശം അത് തീർന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം വീഡിയോ കാണാവുന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് കുട്ടികൾക്ക് ഇന്ത്യൻ ആർമീൻ്റെ എക്സാമിന് വേണ്ടിയിട്ടും അതുപോലെ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യനൊക്കെ കൊടുത്തവർ വിവിധ പരീക്ഷയിൽ പോയിട്ട് അത് അവർക്ക് യൂസായി. പ്രധാനമായിട്ടും സെപ്പറേറ്റ്ലി നമ്മളൊരു എക്സാമിന് വേണ്ടി ചെയ്യുന്ന ഇപ്പോൾ എയർഫോഴ്സിന് ഇപ്പോൾ ചെയ്ത പോലുള്ള ആർമിക്ക് ചെയ്ത പോലുള്ള എക്സാമിൻ്റെ PDF ഒക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവർക്ക് യൂസ് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാം. ഇതിനെ അപേക്ഷിച്ചവർക്ക് പർച്ചേസ് ചെയ്ത് പഠിക്കാവുന്നതാണ്. എന്തായാലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ എയർഫോഴ്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എയർഫോഴ്സ് ഗ്രൂപ്പ് Xൻ്റെതാണ് ചെയ്തിട്ടുള്ളത്. X എന്ന് പറയുമ്പോൾ നമ്മുടെ സയൻസ് സബ്ജക്റ്റിൽ അതിൻ്റെതാണ് ചെയ്തിട്ടുള്ളത്. സയൻസ് സബ്ജക്റ്റിൽ 20 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നിന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം 50 ചോദ്യങ്ങളാണ് നമ്മൾ PDF-ൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഫിസിക്സ് കാണാൻ സാധിക്കും. അതിൽ 25 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരിക. ഇവിടെ നമ്മൾ PDF-ൽ 100 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 100 എണ്ണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ മാത്സിന് 25 ചോദ്യമുണ്ട്. മാത്സിലും നമ്മൾ 100 ചോദ്യങ്ങൾ PDF-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ 250 ചോദ്യങ്ങളാണ് നമ്മൾ വളരെ ഹൈ ചാൻസുള്ള 250 ചോദ്യങ്ങളാണ് PDF-ൽ ഉൾപ്പെടുത്തിയില്ല. പിന്നെ PDF-ലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസും കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ പിന്നെ സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങൾ അതൊക്കെ വ്യക്തമായിട്ട് ഈ ഒരു PDF-ലും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് PDF കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഹൈ ചാൻസ് ക്വസ്റ്റ്യൻസ് ഫോർ അഗ്നിവീർ ഗ്രൂപ്പ് X ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അഗ്നിവീർ വായു ഗ്രൂപ്പ് Xൻ്റെ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് സയൻസ് സബ്ജക്റ്റ് എടുത്ത് അപ്ലൈ ചെയ്തവരുടേതാണ്. ബാക്കിയുള്ള സയൻസ് സബ്ജക്റ്റ് അല്ലാത്ത അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് അതായത് ഗ്രൂപ്പ് Yൻ്റെ നമ്മൾ എന്ത് ചെയ്യും മുന്നോട്ടേക്ക് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ ചെയ്ത് തീർത്താൽ നമ്മൾ ഏകദേശം ഒരു മാസം എടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇത് നമ്മൾ വളരെ ഹൈ ചാൻസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മുൻപ് ആർമിക്കൊക്കെ വാങ്ങി പഠിച്ച കുട്ടികളുടെ ഒപ്പീനിയനാണ്. അവർ പരീക്ഷ പാസ്സായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നുള്ളത് ഇവരിലൂടെ തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. ഒരുപാട് ഹൈ ചാൻസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത്രയും ഉപകാരപ്പെടും. അപ്പോൾ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും പിന്നെ കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു വാട്സപ്പ് അക്കൗണ്ടിൻ്റെ നമ്പർ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അതിന് മുൻപായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു QR കോഡിൽ നിങ്ങൾ 79 റുപ്പീസ് പേ ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഗ്രൂപ്പ് Xന് വേണ്ടിയിട്ട് അഗ്നിവീറിൻ്റെ ഇതിന് വേണ്ടിയിട്ട് പേ ചെയ്യണം. അതിനുശേഷം അവിടെ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അത് അയച്ചു തരുന്നതായിരിക്കും. നമ്പറും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലും ഭേദമായിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ എയർഫോഴ്സ് ആണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ റാലി ടൈപ്പിൽ വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. മെയിൽ അതുപോലെ തന്നെ ഫീമെയിൽസിന് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ 27 ഓഗസ്റ്റ് മുതൽ 14 സെപ്റ്റംബർ വരെയാണ് ഈ റാലി നടക്കുന്നത്. പക്ഷേ അതിൽ ഒരു ദിവസം മാത്രമായിരിക്കും നിങ്ങളുടെ റാലി നടക്കാൻ ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിലുള്ളവർക്ക് ചെന്നൈയിൽ വെച്ചിട്ടാണ്, അതായത് തമിഴ്നാട് വെച്ചിട്ടാണ് റാലി നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണ് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതിന് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇതിന് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഇല്ല, എൻഡിങ് ഡേറ്റ് ഇല്ല, ഇങ്ങനെയൊന്നുമില്ല. ഒരു ഡേറ്റ് ഉണ്ട്. ആ ഒരു ഡേറ്റിൽ നിങ്ങൾ അവിടെ ഡോക്യുമെൻസുമായിട്ട് പോവുക. അവിടെ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അത് പാസ്സാകുക. അതാണ് ഇതിൽ വരുന്ന കടമ്പ എന്ന് പറയുന്നത്. പിന്നെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ സെലക്ഷൻ നടന്നു പോകുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കേരളത്തിലുള്ള കുട്ടികൾ എന്നാണ് ഇതിൻ്റെ ഫിസിക്കലിന് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. വെന്യൂം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതായത് എവിടെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് റാലി നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ബോക്സ് കാണാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുക്കാം. ഈ ഒരു കാര്യം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് സംശയമുണ്ട് നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 8 എന്ന് പറഞ്ഞിട്ട് 8ാമത്തെ ഇത് കൊടുത്തിട്ട് എയർമാൻ സെലക്ഷൻ സെൻറ്റർ എയർഫോഴ്സ് സ്റ്റേഷൻ തമിഴ്നാട്ടിലൊരു സ്ഥലമാണ് കൊടുത്തിട്ടുള്ളത്, ഈസ്റ്റ് ചെന്നൈ.
തമിഴ്നാട്, ഈ ഒരു പിൻ നമ്പർ ഈ ഒരു അഡ്രസ്സിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പോകേണ്ടത്. ഇത് ഗൂഗിൾ ചെയ്താൽ മതി. ഈ ഒരു സംഭവം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടോ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കിട്ടും. ആ ഒരു ലൊക്കേഷനിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും 30 ഓഗസ്റ്റ്, ഇവിടെ കേരളത്തിൻ്റെ കാണാൻ സാധിക്കും. ഇതാണ് കേരളത്തിൻ്റേത്. കേരള അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിലുള്ളവർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ദിവസമാണിത്. 30 ഓഗസ്റ്റ് മുതൽ 31 ഓഗസ്റ്റ് 2025 വരെയാണ് മെയിൽസിൻ്റെ, ഇവിടെ കാണാൻ സാധിക്കും മെയിൽസിനാണ് നടക്കുന്നതെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയിലിന് നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പങ്കെടുക്കാനായിട്ട് പോകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 30 ഓഗസ്റ്റ് മുതൽ 31 ഓഗസ്റ്റ് 2025 വരെയാണ് നടക്കുന്നത്. റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് 30 ഓഗസ്റ്റ് ആണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ 30 തന്നെ പോകണം. 31 പോയാൽ നിങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. നിങ്ങൾ കേരളത്തിൻ്റെ റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൺകുട്ടികളാണെങ്കിൽ 30-ാം തീയതി പോകണം. 31-ാം തീയതി ചിലപ്പോൾ നിങ്ങൾക്ക് പാസ്സായവർക്ക് പരീക്ഷയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടത്തുന്നത്. 30-ാം തീയതി പോയിട്ട് ആദ്യഘട്ടം പാസ്സായാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നടക്കുന്നത്. ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്, അത് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ പല കാര്യം, അത് ഫസ്റ്റ് ഡേ തന്നെ നടത്തും എന്തായാലും. അങ്ങനെ പല കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഇത്രമാത്രം മനസ്സിൽ വെച്ചാൽ മതി. 30-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, യോഗ്യതയുണ്ടെങ്കിൽ ആൺകുട്ടികൾ എന്ത് ചെയ്യണം, 30-ാം തീയതി തന്നെ ഈ ഒരു ടൈമിൽ രാവിലെ തന്നെ എന്ത് ചെയ്യുക, അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. റിപ്പോർട്ടിംഗ് ടൈം അധികം രാവിലെ ആയിരിക്കും. അതിരാവിലെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. 30-ആണ് റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഞാൻ പിന്നെയും പറയുകയാണ്, ഈ ഒരു 31 നിങ്ങൾ വിട്ട് കളയുക. 31 നിങ്ങൾക്ക് മറ്റുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ട്, പിന്നെ റിട്ടൺ എക്സാമിനേഷൻ ഉണ്ട്, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 1ഉം 2ഉം പിന്നെ മെഡിക്കൽ എക്സാമിനേഷനുമാണുള്ളത്. അപ്പോൾ ഇതിനെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നത് കേരളത്തിലും അതുപോലെ കർണാടകത്തിലുള്ളവർക്കാണ് 30-ാം തീയതി ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് ഈ സെൻറ്ററിൽ വെച്ചിട്ടാണെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾ അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് 5 സെപ്റ്റംബർ മുതൽ 6 സെപ്റ്റംബർ വരെ നടക്കുന്നുണ്ട്. ഈ 6 സെപ്റ്റംബർ നിങ്ങൾ മൈൻഡിൽ വെക്കണ്ട. ചിലവർ 6 സെപ്റ്റംബറിന് അങ്ങ് പോകും. 6 സെപ്റ്റംബറിന് പോയാൽ പറ്റത്തില്ല. 5-ാം തീയതി സെപ്റ്റംബറിനാണ് നിങ്ങൾക്ക് ഫിസിക്കൽ നടക്കുക. അത് പാസ്സാവുന്നവർക്ക്, ആൺകുട്ടികൾക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. 30-ാം തീയതിയാണ് ഇവിടെ ഫിസിക്കൽ നടക്കുന്നത്. അത് പാസ്സാവുന്നവർക്ക് പിറ്റേ ദിവസം ഉണ്ടാവും. അതാണ് സംഭവം. അപ്പോൾ ഇവിടെ 5-ാം തീയതി എന്ത് ചെയ്യുന്നു, 5-ാം തീയതി നിങ്ങൾക്ക് ഫിസിക്കൽ ഉണ്ടാവും. അത് പാസ്സാവുന്നവർക്ക് പിറ്റേ ദിവസം അതിൻ്റെ ബാക്കി പ്രൊസീജിയർ. ഇത് പാസ്സാവുന്നവർക്കേ ഉള്ളൂ. അപ്പോൾ 6-ാം തീയതി പോയിട്ട് എനിക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ 5-ാം തീയതി എന്ത് ചെയ്യുക, സെപ്റ്റംബർ 5-ന് പെൺകുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. റിപ്പോർട്ടിംഗ് ടൈം സെപ്റ്റംബർ 5 തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അവിടെയും വരുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, റിട്ടൺ എക്സാമിനേഷൻ, അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് 2 വരുന്നുണ്ട്, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നുണ്ട്. ഇവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. ലക്ഷദ്വീപ് എന്നുള്ളവർക്ക് അപേക്ഷിക്കാനും പങ്കെടുക്കാനായിട്ട് സാധിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടികളുടെ ആണ് കേട്ടോ. എന്തായാലും നോട്ടിഫിക്കേഷൻ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നോ മറ്റുള്ള ഇവിടെ നിന്നൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നോക്കി മനസ്സിലാക്കുക. കേരളത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്തായാലും ഞാനിവിടെ പറയുന്നുമുണ്ട്. സോ ഇതിന് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രായപരിധി, പിന്നെ റിപ്പോർട്ടിംഗ് ടൈം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് ഷാൽ ബി കണ്ടക്ട് ഫ്രം 6 മണി AM ആണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ 30 ഓഗസ്റ്റ് ആൺകുട്ടികളുടെയാണ്. 30 ഓഗസ്റ്റ് നിങ്ങൾ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 6 മണിക്ക് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം. 6 മണി എന്ന് പറഞ്ഞാൽ തന്നെ 5 മണി 4 മണിക്കെല്ലാം കുട്ടികൾ അവിടെ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ TA ആർമീൻ്റെ റിക്രൂട്ട്മെൻ്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു ഏകദേശ സമാന മേഖലയിൽ നിങ്ങൾ കരുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഏകദേശം അതുപോലെയല്ല, എന്നാലും അതിൻ്റെ ഏകദേശം ഒരു സമാന രീതിയാണിത്. ഓപ്പൺ റാലി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, ജനിച്ച പ്രായപരിധി എന്ന് പറയുന്നത് 1 ജനുവരി 2005-നും 1 ജൂലൈ 2008-നും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പർ ഏജ് ലിമിറ്റ് 21 വയസ്സാണ്. അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. വനിതകൾക്കും പുരുഷൻ അപേക്ഷിക്കേണ്ട കേട്ടോ. അത് നോർമലി പറഞ്ഞതാണ്. അൺമാരീഡ് ആയിട്ടുള്ളവർക്ക് മാത്രമേ റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കൂ. അവർ ഡയറക്റ്റ്ലി പോയിട്ട് റാലി അറ്റൻഡ് ചെയ്താൽ മതി. ഇനി അപേക്ഷിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കാവുന്നതാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് എന്ന് കൊടുത്തത് കാണാൻ സാധിക്കും. ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് പാസ്ഡ് ഇൻ്റർമീഡിയറ്റ്, അതായത് +2 ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. +2 നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റിലും 50% മാർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് ജസ്റ്റ് ഒരു +2 മതി. ഏത് +2 ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഏത് +2 ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ +2 നിങ്ങൾക്ക് 50% മാർക്ക് വേണം. പിന്നെ +2 നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ടാവണം. അതിനും 50% മാർക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ +2 അല്ല പഠിച്ചത്, വൊക്കേഷണൽ കോഴ്സൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. 2 ഇയർ വൊക്കേഷണൽ കോഴ്സ് 50% മാർക്കോട് കൂടി പാസ്സായിട്ടുണ്ടെങ്കിൽ അതിലും ഇംഗ്ലീഷ് വേണം. അവിടെയും 50% മാർക്കോട് കൂടി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ യോഗ്യതകൾ രണ്ടും നിങ്ങൾക്കില്ലെങ്കിൽ ഓർ ക്വാളിഫിക്കേഷനായിട്ട് പാസ് 3 ഇയർ ഡിപ്ലോമ കോഴ്സ് പറയുന്നത് കാണാൻ സാധിക്കും. എഞ്ചിനീയറിംഗിലാണ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ, അതുമല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, അതുമല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, ഇതിൽ ഏതെങ്കിലും ഒന്നിലുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതിലും നിങ്ങൾക്ക് 50% കൂടിയുള്ള വിജയം ആവശ്യമാണ്.
അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ 50% മാർക്ക് ഡിപ്ലോമയിൽ വേണം. ഇനി ഡിപ്ലോമയിൽ ഇംഗ്ലീഷ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും. ഓർ ഇൻ്റർമീഡിയറ്റ് ഓർ മെട്രിക്കുലേഷൻ ഇഫ് ഇംഗ്ലീഷ് ഈസ് നോട്ട് എ സബ്ജക്റ്റ് ഇൻ ഡിപ്ലോമ കോഴ്സ്. നിങ്ങൾക്ക് ഡിപ്ലോമയിൽ എന്താണ് ഇംഗ്ലീഷ് ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് 10ലോ അല്ലെങ്കിൽ +2ലോ 50% മാർക്ക് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ, അതിൽ കൂടുതലോ അതല്ലെങ്കിൽ അതോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിപ്ലോമ കോഴ്സിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഇല്ലെങ്കിൽ മാത്രം, ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് തന്നെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്ലൈ അല്ല കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് റാലി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഏജ് ലിമിറ്റ് ഇതാണെന്നും കൂടി പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചേക്കുക. പിന്നെ ഇതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. മിനിമം നിങ്ങൾക്ക് ആൺകുട്ടികൾക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം, വനിതകൾക്ക് 152 സെൻറ്റിമീറ്റർ ഹൈറ്റ് ആവശ്യമാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ചെസ്റ്റിൻ്റെ കാര്യമൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. കാൻഡിഡേറ്റ്സിൻ്റെ ചെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. മിനിമം ചെസ്റ്റ് പറയുന്നത് ഏകദേശം 77 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. അത് മെഡിക്കലി ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കേണ്ട ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ആർ ടു ബ്രിങ് ഫോളോയിങ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. HB പെൻസിൽസ് പറയുന്നത് കാണാൻ സാധിക്കും, പെൻസിൽ പറയുന്നത് കാണാൻ സാധിക്കും, ഇറേസേഴ്സ്, അതുപോലെ ഷാർപ്പനർ, ഗ്ലൂ സ്റ്റിക്ക്, അങ്ങനെ ഓരോന്ന് പെന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൊണ്ടുപോകണം, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. പിന്നെ 10 അൺഅറ്റസ്റ്റഡ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒറിജിനൽ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പീസ് ഓഫ് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഒറിജിനലും അതുപോലെ തന്നെ 4 എണ്ണം ഒപ്പിട്ടിട്ട് കോപ്പി എടുത്ത് അതിൽ എന്ത് ചെയ്യണം, നിങ്ങൾ തന്നെ ഒപ്പിട്ടിട്ട് അങ്ങനെ കൊണ്ടുപോകണം. അങ്ങനെ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ കൊണ്ടുപോകണം ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്നുള്ള പറയുന്നുണ്ട്. അങ്ങനെ ഓരോന്ന് എങ്ങനെ കൊണ്ടുപോകണം എന്ന് വരെ പറയുന്നുണ്ട്. ഒറിജിനൽ ആൻഡ് 4 സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസ് ഓഫ് ഡ്യൂലി ഫില്ലഡ് ചിൽഡ്രൻസ് ഓഫ് എയർഫോഴ്സ്. അതായത് നിങ്ങൾ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ മകനോ മകളോ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, അതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ, അങ്ങനെ വർക്ക് ചെയ്യുന്നതാണ് തെളിയിക്കുന്ന സർവിങ് പേഴ്സൺസിൻ്റെ ചിൽഡ്രൻസ് ആണ് തെളിയിക്കുന്ന അതിൻ്റെ രേഖകൾ കൊണ്ടുപോകണം. അത് അവർ മാത്രം കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ NCC ഉണ്ടെങ്കിൽ NCCൻ്റെ സർട്ടിഫിക്കറ്റ് NCC ഉള്ളവർ മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് നിങ്ങൾ കൊണ്ടുപോകേണ്ടതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഒരുപാടധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ത് ചെയ്യാം, നിങ്ങൾക്കുള്ളത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം. ഈ നോട്ടിഫിക്കേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതുമാണ്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് കിടക്കുന്നത് അഗ്നിവീർ പോസ്റ്റ് ടൈപ്പിലാണ് വിളിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആനുവൽ ലീവ് 30 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് അഗ്നിവീറിൻ്റെ ടൈപ്പിലുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് ഓൾറെഡി വിവിധ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ആവശ്യമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞു തരാം. ആദ്യ ഇയറിൽ നിങ്ങൾക്ക് 30,000 ഉണ്ടാവും, കയ്യിൽ 21,000 മാത്രമേ ലഭിക്കൂ, 9,000 നിങ്ങളുടെ കയ്യിൽ നിന്ന് ഗവൺമെൻറ് പിടിക്കും. പിന്നെ ഗവൺമെൻറ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചതും അതുപോലെ തന്നെ സേവാനിധിയിൽ ആഡ് ചെയ്യുന്ന ഫണ്ടെല്ലാം കൂടിയിട്ട് ഒരു 10-11 ലക്ഷം രൂപ നിങ്ങൾ എന്ത് ചെയ്യും, സർവീസ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. 4 വർഷത്തെ സർവീസാണ് ഉണ്ടാകുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളും ഇതിൻ്റെ സാലറിയൊക്കെ ആയിട്ട് പറയാനുള്ളത്. എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിസിക്കൽ നോക്കാം. ഫിസിക്കൽ എന്താണ് നമുക്ക് ആദ്യം ഉണ്ടാകുക എന്നുള്ള കാര്യം നോക്കാം. ആദ്യം തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാൻഡിഡേറ്റ് ആയിട്ട് കംപ്ലീറ്റ് 1.6 കിലോമീറ്റർ റണ്ണാണ് പറഞ്ഞത്. ഇവിടെ കാണാൻ സാധിക്കും 1.6 കിലോമീറ്റർ ഓട്ടം. ആൺകുട്ടികളാണെങ്കിൽ വിത്തിൻ 7 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം, പെൺകുട്ടികളാണെങ്കിൽ വിത്തിൻ 8 മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാദ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ഫിസിക്കൽ നിങ്ങൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആൺകുട്ടികളാകുന്ന സമയത്ത് നിങ്ങൾക്ക് പുഷപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് കാണാൻ സാധിക്കും. 1 മിനിറ്റിൽ 10 പുഷപ്പ് നിങ്ങൾ എടുക്കണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ഈ ഒരു ടെസ്റ്റ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ രണ്ടാമത്തെ ടെസ്റ്റ് നിങ്ങൾക്ക് തരത്തുള്ളൂ. അത് ജസ്റ്റ് പറയുന്നതാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നോർമലി മനസ്സിലാകും. കുറച്ച് സമയം നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ തരുന്നുണ്ടെന്നുള്ള രീതിയിൽ പറയുന്നതാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ രണ്ടാമത്തെ സിറ്റപ്പാണ്. അത് 1 മിനിറ്റിൽ 10 എണ്ണം എടുത്തിരിക്കണം. പിന്നെ സ്കോട്ട്സ് ഉണ്ട്, 1 മിനിറ്റിൽ നിങ്ങൾ 20 എണ്ണം എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആൺകുട്ടികളുടേതാണ്. ഇനി പെൺകുട്ടികൾ ഓട്ടം പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് വരുന്നത് സിറ്റപ്സ് ഉണ്ട്, 30 സെക്കൻഡിൽ 10 എണ്ണം എടുത്തിരിക്കണം. അതുപോലെ തന്നെ 15 സ്കോട്ട്സ് ആണ് കേട്ടോ. സ്കോട്ട്സ് 1 മിനിറ്റിൽ നിങ്ങൾ എടുത്തിരിക്കണം എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫിസിക്കൽ വരുന്നത്. ഫിസിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടൺ ടെസ്റ്റാണ് വരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. 1 മാർക്കാണ് എല്ലാ ആൻസേഴ്സിനും കിട്ടുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിൽ മാർക്ക്, അറ്റംപ്റ്റഡ് ആയിട്ടുള്ളതിന് മാർക്ക് ഒന്നും ലഭിക്കത്തില്ല. പിന്നെ തെറ്റിച്ച് കഴിഞ്ഞാൽ 0.25 നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. മാർക്ക് ഷാൽ ബി ഡിഡക്റ്റഡ് ഫ്രോം ഈച്ച് റോങ് ആൻസർ. അത് നെഗറ്റീവ് മാർക്ക് 0.25 ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ മെഡിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് പറയുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. മൊത്തം വിവരങ്ങളും അപേക്ഷിക്കലല്ല, താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി പോയിട്ട് എന്ത് ചെയ്യാം, ഇത് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ചെന്നൈൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെന്നൈയിലാണ് നമ്മുടെ കേരളത്തിലുള്ളവർ പോകേണ്ടത്. അപ്പോൾ അതിൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും. ഇമെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എൻക്വയറി ചെയ്യുക കേട്ടോ.
എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയും സംശയങ്ങളുണ്ട് എന്ത് ചെയ്യുക, അതായത് ഡിസ്ക്രിപ്ഷനിൽ പോവുക, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് ലഭിക്കും. എന്നിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ അതിൽ കൂടുതൽ ഉപരി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ വെന്യൂ ആയിട്ട് ഈ സ്ഥലങ്ങളായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് അവിടെ കൃത്യമായിട്ട് എവിടെയാണ് നടക്കുന്നത്, അത് നടക്കുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു മെയിലിലും ഈ ഒരു നമ്പറിലൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്ന രീതിയിൽ അതും ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് 30, അതുപോലെ തന്നെ സെപ്റ്റംബർ 5, ഓഗസ്റ്റ് 30 സെപ്റ്റംബർ 5 ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾക്ക് റാലി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ PDF ആവശ്യമുള്ളവർക്ക് താഴ്ന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. മാക്സിമം ഈ ഒരു വീഡിയോ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട.